Hello my students, from the last class we studied about different types of different parts of the respiratory system and the main functions or their main peculiarities. Okay, so here we are going to learn about a new topic that is atmospheric air into the lungs. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റ്മോസ്ഫിയറിക് എയർ നമ്മുടെ ബോഡിയിലോട്ട് വരുന്നുണ്ട്. അത് ഈസ് ഓഫ് കോഴ്സ് റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള മെയിൻ പാർട്ടായിട്ടുള്ള ലങ്സിലോട്ടാണ് വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത്, ഹൗ ഇറ്റ് കം, ആൻഡ് ഇവിടെ നടക്കുന്ന പ്രോസസ്സസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്, എല്ലാവരും നല്ല ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. ഓക്കെ, breathing is a process that takes place without our knowledge, during which air is taken in and expelled. Is it? Yes. നമ്മുടെ ഒരു അറിവ് കൂടാതെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓർ ബ്രീത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്? നോ, ഇറ്റ്സ് വിത്തൗട്ട് അവർ നോളേജ്, ഡ്യൂറിങ് വിച്ച് എയർ ഈസ് ടേക്കൺ ഇൻ ആൻഡ് എക്സ്പെൽഡ് ഔട്ട്. ഓക്കെ, the basis of respiratory movement is the expansion and contraction of the thoracic cavity. So the respiratory movement basis എന്ന് പറയുന്നത് thoracic cavityയുടെ expansion and contraction വഴിയാണ്. And this repeats rhythmically. ഇതെന്താണ്, ഇങ്ങനെ നാച്ചുറലായിട്ട് ഇതിങ്ങനെ പ്രോസസ്സിംഗ് ആയിട്ട് റിതമിക്കലി ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, with the increase in size of thoracic cavity, air enters the lungs and this is called inspiration. So here inspiration and expiration, ഇതാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്ന പ്രോസസ്സ്. ഇൻസ്പിരേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, യെസ്, with the increase in size of thoracic cavity, air enters the lungs. thoracic cavityയുടെ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, thoracic cavityയുടെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, യെസ് ഓഫ് കോഴ്സ് ദ എയർസ് ആർ എൻറ്റേഴ്സ് ടു ദി ലങ്സ്, ലങ്സിലോട്ട് എയർ എൻ്റർ ചെയ്യും. ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് ഇൻസ്പിരേഷൻ. അതായത് നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻസ്പിരേഷൻ. ഓക്കെ, as a result of the contraction of the thoracic cavity, air is expelled from the lungs. സോ ഈ ഒരു thoracic cavityക്ക് കോൺട്രാക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് എയർ ഈസ് എക്സ്പെൽഡ് ഔട്ട്, അതായത് നമ്മൾ ശ്വാസം വിടും. ഓക്കെ, ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് എക്സ്പിരേഷൻ. സോ ഇൻസ്പിരേഷൻ മീൻസ് ഇൻക്രീസ് ദ സൈസ് ഓഫ് thoracic cavity, air enters into the lungs and this process is called inspiration. And expiration, which means contraction of the thoracic cavity, as a result the air is expelled and this process is known as expiration. Okay, how the thoracic cavity expand and contract rhythmically, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു thoracic cavity എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡും ചെയ്യുന്നുണ്ട്, കോൺട്രാക്റ്റും ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ്, ഇതിന് ആരൊക്കെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. The combined working of intercostal muscles and the diaphragm helps in increasing and decreasing the volume of thoracic cavity. So thoracic cavityൻ്റെ വോളിയം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദ കമ്പൈനഡ് വർക്കിംഗ് ഓഫ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആൻഡ് ഡയഫ്രം. സോ ഇൻ്റർകോസ്റ്റൽ മസിൽസും അതുപോലെ തന്നെ ഡയഫ്രവും വഴിയാണ് എന്ത് നടക്കുന്നത്, യെസ്, അവിടെ ആ ഒരു thoracic cavityൻ്റെ എക്സ്പാൻഷനും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പിരേഷനും അതുപോലെ അതിൻ്റെ ഇൻസ്പിരേഷനും നടക്കുന്നത്. ഓക്കെ, the intercostal muscles means specialized muscles between the ribs. റിബ്സിനിടയിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് മസിൽസിനെ പറയുന്ന പേരാണ് intercostal muscles. Diaphragm is an dome-shaped muscular layer between the thoracic cavity and the abdominal cavity. Abdominal cavityൻ്റെയും thoracic cavityൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന dome-shaped muscular layer ആണ് diaphragm. Okay, it helps
in increasing and decreasing the volume of thoracic cavity. So combined working of the intercostal muscles and diaphragm helps in increasing and decreasing the volume of thoracic cavity. Okay, സോ ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നത് എന്നുള്ളത് ഇല്ലുസ്ട്രേഷൻ 4.2 ദ റെസ്പിറേറ്ററി മൂവ്മെൻറ്റ്സിൽ ഇൻസ്പിരേഷനും എക്സ്പിരേഷനും ചേഞ്ചസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇൻസ്പിരേഷൻ മീൻസ് റിബ്സ് ആർ റൈസ് ഡ്യൂ ടു ദി കോൺട്രാക്ഷൻ ഓഫ് ഇൻ്റർകോസ്റ്റൽ മസിൽസ്. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കും നമ്മുടെ റിബ്സൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. റിബ്സ് ആർ റൈസ് ഡ്യൂ ടു ദി കോൺട്രാക്ഷൻ ഓഫ് ഇൻ്റർകോസ്റ്റൽ മസിൽസ്. ഇൻ്റർകോസ്റ്റൽ മസിൽസ് അവിടെ കോൺട്രാക്ട് ചെയ്തിട്ടാണ് അവിടെ റിബ്സ് റൈസ് ചെയ്യുന്നത്. സോ അതിൻ്റെ റിസൾട്ടായിട്ട് അവിടെ ഡയഫ്രം എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, so the volume of the thoracic cavity increases. During the inspiration time, thoracic cavity's volumes are increases. The pressure in the thoracic cavity become lower than the atmospheric pressure. Atmospheric pressure ne compare ചെയ്യുമ്പോൾ thoracic cavity ന്റെ pressure lower ആയിരിക്കും. So the air enters in. അവിടെ ഇൻസ്പിറേഷൻ്റെ റിസൾട്ടായിട്ട് എയർ എൻ്റ് ചെയ്യും. സോ ഡ്യൂറിങ് ദി എക്സ്പിറേഷൻ പ്രോസസ്സ് ഇൻസ്പിറേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. റിബ്സ് അവിടെ ലോവർ ചെയ്യുന്നുണ്ട്. അവിടെ മറ്റൊടുത്ത് കോൺട്രാക്ഷൻ ഓഫ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആയിരുന്നു. എക്സ്പിറേഷൻ ടൈമിൽ ഇവിടെ ഇൻ്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുന്നുണ്ട്. സോ ഡയഫ്രം റിലാക്സ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ തൊറാസിക് കാവിറ്റിയുടെ വോളിയം ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ദ പ്രഷർ ഇൻ ദി തൊറാസിക് കാവിറ്റി ബിക്കം ഗ്രേറ്റർ ദാൻ ദി അറ്റ്മോസ്ഫെറിക് പ്രഷർ. അറ്റ്മോസ്ഫെറിക് പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പോൾ തൊറാസിക് കാവിറ്റിയുടെ പ്രഷർ ഇവിടെ കൂടുതലായിരിക്കും. സോ ആ പ്രഷർ കൂടുന്നത് കൊണ്ട് തന്നെ എയർ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് ഓഫ് കോഴ്സ് എയർ ഈസ് എക്സ്പെൽഡ് ഔട്ട്. സോ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന മെയിൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ, അതായത് ഒരൊറ്റ പ്രോസസ്സ് മാത്രം പഠിക്കുക. ഇൻസ്പിറേഷൻ പ്രോസസ്സ് പഠിച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് എന്ത് നടക്കുന്നത്, എക്സ്പിറേഷൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ടേബിള് ഈ ഒരു പോയിൻറ്റ്സ് നല്ല ക്ലിയർ ആയിട്ട് തറോ ആയിട്ട് ഇരുന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, തൊറാസിക് മൂവ്മെൻറ്റ് ആൻഡ് ബ്രീത്തിങ്. സോ ഇത് കംപ്ലീറ്റ് ചെയ്യുക, ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ ടൈമിൽ വരുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, സോ ആ ടേബിൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ ദി ആൽവിയോളി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽവിയോളയിൽ വെച്ചിട്ടാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എന്നുള്ളത്. ഇസ് ഇറ്റ്? യെസ്. സോ എങ്ങനെയാണ് ആൽവിയോളയിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എന്ന് നോക്കാം. Okay, atmospheric air reaches the alveoli as a result of inspiration. It's from the previous topics we says that the atmospheric air reach the lungs through the result of inspiration. The exchange of respiratory gases like O2 and CO2 takes place in the alveoli. സോ റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഗ്യാസസ് ലൈക്ക് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത് ആൽവിയോളയിൽ വെച്ചിട്ടാണ്. ഹൗ ഫാർ ദി സ്ട്രക്ചർ ഓഫ് ആൽവിയോളി സ്യൂട്ടബിൾ ഫോർ ദിസ്? ഈ ആൽവിയോളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഈ ഒരു എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, bronchioles, the terminal branches of the bronchi which enter the lungs and in millions of alveoli. So bronchioles എന്ന് വെച്ചാൽ ബ്രോങ്കൈസിൻ്റെ ടെർമിനൽ ബ്രാഞ്ചസ് ആണ്. അത് എവിടേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്? ഇറ്റ്സ് വി സേസ് ദാറ്റ് ഇറ്റ് എൻ്റർ ദി ലങ്സ് ആൻഡ് എൻഡ് ഇൻ മില്യൺസ് ഓഫ് ആൽവിയോളി. ഈസ് ഇറ്റ്? യെസ്. Alveoli increase the surface respiratory surface area in the lungs. നമ്മുടെ ലങ്സിൻ്റെ ആ ഒരു റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഹോം? ഇറ്റ്സ് ദി ആൽവിയോളി. ആൻഡ് ദർ ആർ സറൗണ്ടഡ് ബൈ ന്യൂമറസ് ബ്ലഡ് കാപ്പിലറീസ്. സോ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആൽവിയോളയിനെ സറൗണ്ട് ചെയ്യപ്പെട്ടിട്ട് ന്യൂമറസ് ബ്ലഡ് കാപ്പിലറീസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദ ഇന്നർ വാൾ ഓഫ് ദ ആൽവിയോളി ഈസ് ഓൾവേസ് കെപ്റ്റ് മോയ്സ്റ്റ്.
So the inner wall of the alveoli, ഈ ആൽവിയോളിൻ്റെ ഇന്നർ വാൾ എന്ന് പറയുന്നത് which is always kept moist, and the wall of the alveoli and capillaries are made up of a single layer of cells. സോ ആൽവിയോളയുടെയും ബ്ലഡ് കാപ്പിലറീസിൻ്റെയും ഈ ഒരു ലെയർ മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്. In short, the surface that separates the blood in blood capillaries and the air in the alveoli has the thickness of 2 rows of cells only. That means ബ്ലഡിനെ ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും ആൽവിയോളിനെ എയറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു വോളിന് the 2 rows of cells only, അതായത് തിക്നെസ് എന്ന് പറയുന്നത് 2 സെൽസിൻ്റെ ആ ഒരു തിക്നെസ്സേ ഉള്ളൂ. സോ അത്രയും കട്ടി കുറഞ്ഞ ഒരു സെൽസ് കൊണ്ടാണ് ഈ ഒരു ആൽവിയോളയിനെയും ഈ ഒരു ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ ബ്ലഡിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ആൽവിയോളയിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്രീസ് ദ റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഇൻ ദി ലങ്സ്. ലങ്സിൻ്റെ റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനെ സറൗണ്ട് ചെയ്യപ്പെട്ടിട്ട് വി ക്യാൻ സീ ദാറ്റ് ന്യൂമറസ് ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ഇന്നർ വാൾ ഓഫ് ദ ആൽവിയോളി ഈസ് it's always it kept in moist ആണ്. and the wall of the alveoli and capillaries are made up of a single layer of cells. ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിനെ തമ്മിൽ ബ്ലഡിനെ ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും ആൽവിയോളിനെ എയറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത് ഹാസ് ദ തിക്നെസ് ഓഫ് 2 rows of cells only. ഓക്കെ, ആൻഡ് ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് പറയുന്നത്. During inspiration, the concentration of oxygen higher and the concentration of carbon dioxide is lower in the alveoli. So, ഇൻസ്പിറേഷൻ ടൈം മീൻസ് ഇറ്റ്സ് നമ്മൾ എയറിനെ ഉള്ളിലോട്ട് എടുക്കുന്ന ടൈമാണ് ഇൻസ്പിറേഷൻ. ആ ഒരു ടൈമിൽ ഈ ഒരു ആൽവിയോളൈ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് എന്താണ്, ഇറ്റ്സ് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷന് കുറവുമായിരിക്കും. ദാറ്റ് മീൻസ് during the inspiration time the concentration of oxygen is increases or higher and the concentration of carbon dioxide is lower. Okay, as a result lower in the alveoli. Okay, അത് ആൽവിയോളി നടക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇൻ ബ്ലഡ് കാപ്പിലറീസിൽ എന്താണ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ ഓക്സിജൻ കോൺസെൻട്രേഷൻ ലോവറും കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഹയർ റേറ്റിലുമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ആൽവിയോളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബ്ലഡ് കാപ്പിലറീസിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, സോ രണ്ടിലും രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ ആ ഒരു റേറ്റ് കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് കാണുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് oxygen from the alveoli diffuses into the capillaries. So ആൽവിയോളയിലുള്ള ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, യെസ് കാപ്പിലറീസിൽ പോയി ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കാപ്പിലറീസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിൽ വന്നിട്ടും ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നതിൻ്റെ ബാക്കിൽ നടക്കുന്ന പ്രോസസ്സ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആൽവിയോളയിൽ O2 കോൺസെൻട്രേഷന് കൂടുതലായിരിക്കും, അല്ല ആൽവിയോളയിൽ O2 കോൺസെൻട്രേഷൻ കൂടുതലും CO2 കോൺസെൻട്രേഷൻ കുറവുമായിരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബ്ലഡ് കാപ്പിലറീസിൽ O2 കോൺസെൻട്രേഷൻ കുറവും CO2 കോൺസെൻട്രേഷൻ കൂടുതലും ആയിരിക്കും. സോ ഇതിൻ്റെ റിസൾട്ടായിട്ട് എന്താണ് സംഭവിക്കുന്നത്, യെസ് ആസ് എ റിസൾട്ട് ഓഫ് ദീസ് oxygen from the alveoli diffuses into the capillaries and carbon dioxide from the capillaries diffuses into the alveoli. Okay, സോ ഇവിടെ എന്ത് ചെയ്യുന്ന O2 കാപ്പിലറീസിലോട്ട് പോകുന്നുണ്ട്. സോ ഇവിടെ ഉണ്ടായിട്ടുള്ള CO2 എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ആൽവിയോളയിലേക്ക്
ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ഇൻസ്പിറേഷൻ ടൈമിൽ ഇത് അകത്തോട്ട് വരും. അകത്തോട്ട് വന്നിട്ട് എക്സ്പിറേഷൻ ടൈം ആകുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് കാപ്പിലറീസിലുള്ള CO2 എവിടെ വരും? ആൽവിയോളയിൽ വന്നിട്ട് CO2 ഗോയിങ് ഔട്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? പുറത്ത് പോകുന്നുണ്ട്. സോ ദിസ് ഈസ് ദ പ്രോസസ് ബിഹൈൻഡ് ദി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ ദി ആൽവിയോളൈ. ഓക്കെ. So here we can see that 3 types of indicators. First 3 type indicators, 3 type indicators ഇവിടെ കൊടുത്തിട്ടുണ്ട്. First one, alveoli and respiratory surface area, peculiarities of the walls of the alveoli and blood capillaries, concentration gradient of the respiratory gases and exchange of gases. ഈ 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മളിവിടെ പഠിച്ചിട്ടുള്ള എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ ദ ആൽവിയോളിലെ പാരഗ്രാഫ് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ഒപ്പം ടീച്ചർ പറഞ്ഞു തന്ന ക്ലാസ് ഒന്ന് കേൾക്കുകയും ചെയ്യുക. ഇത് പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ വിളിച്ച് ക്ലിയർ ചെയ്യുക. ആൻഡ് ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദി റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ദ മെയിൻ പെക്യുലാരിറ്റീസ് ഓർ ഫങ്ഷൻസ് ആണ്. അത് മെയിൻ ഇമ്പോർട്ടൻസ് ആണ്, അതെന്തായാലും പഠിക്കണം, അതിൻ്റെ ഫങ്ഷൻസും. ആൻഡ് റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്താണെന്നും ആ ഒരു എയർ പാത്വേ എന്താണെന്നുള്ളതും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ലങ്സിലോട്ട് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് എയർ വരുന്നത്, അവിടെ ആ തൊറാസിക് കാവിറ്റിയിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇൻസ്പിറേഷൻ എന്താണ്, എക്സ്പിറേഷൻ എന്താണ്, അവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്തൊക്കെയാണ്, വോളിയത്തിൽ വരുന്ന പ്രഷറിൽ വരുന്ന ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതും നോക്കി മനസ്സിലാക്കുക. ആൻഡ് തേർഡ് നമ്മൾ പറഞ്ഞത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ ദി ആൽവിയോളി. ആൽവിയോളയിൽ ഗ്യാഷ്യസിൻ്റെ എക്സ്ചേഞ്ച്, അതിൻ്റെ സ്ട്രക്ചർ എത്രത്തോളം അതിന് സ്യൂട്ടബിൾ ആകുന്നുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇത്രയാണ് നമ്മൾ 4th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇസ് ഇറ്റ്? യെസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യുക. തന്ന വർക്കുകൾ കറക്റ്റായിട്ട് റെഗുലറായിട്ട് എല്ലാവരും ചെയ്യുക. Thank you.